Agam, India's first digital literary platform. നമസ്കാരം. അകം കലാസാഹിത്യ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സാഹിത്യത്തിനുള്ള 2025 നോബൽ പുരസ്കാരം ഹംഗേറിയൻ എഴുത്തുകാരനായ ലാസ്ലോ ക്രാസ്നഹോർക്കിക്ക്. 49ാമത് വയലാർ രാമവർമ്മ സ്മാരക പുരസ്കാരം ഇ സന്തോഷ് കുമാറിന്. ബുക്കർ പ്രൈസ് ഷോർട്ട് ലിസ്റ്റിൽ ഇന്ത്യൻ സാന്നിധ്യമായി കിരൺ ദേശായി. 44ാമത് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവം നവംബർ 5 മുതൽ. CBSE ജില്ലാ കലോത്സവത്തിന് ശ്രീകണ്ഠാപുരത്ത് വർണ്ണാഭമായ തുടക്കം. കൊച്ചി ബിനാലയുടെ 6ാം പതിപ്പിന് പ്രശസ്ത പെർഫോമൻസ് ആർട്ടിസ്റ്റ് നിഖിൽ ചോപ്ര ക്യൂറേറ്ററാകും. സൗദി അറേബ്യയിലെ ദമാമിൽ മാത്തുക്കുട്ടി പള്ളിപ്പാടിന്റെ അകക്കാമ്പുകൾ എന്ന കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു. വാർത്തകൾ വിശദമായി. ലോക സാഹിത്യത്തിലെ ഏറ്റവും വലിയ പുരസ്കാരമായ 2025 സാഹിത്യത്തിലെ നോബൽ സമ്മാനം ഹംഗേറിയൻ എഴുത്തുകാരനായ ലാസ്ലോ ക്രാസ്നഹോർക്കിക്ക്. ലോക സാഹിത്യത്തിലെ ഏറ്റവും വലിയ പുരസ്കാരമായ 2025 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ഹംഗേറിയൻ എഴുത്തുകാരൻ ലാസ്ലോ ക്രാസ്നഹോർക്കിക്ക്. അപ്പോകാലിപ്റ്റിക് ഭീകരതയുടെ പശ്ചാത്തലത്തിലും കലയുടെ ശക്തി പുനഃസ്ഥാപിക്കുന്ന ദീർഘവീക്ഷണമുള്ള രചനകളെ മുൻനിർത്തിയാണ് പുരസ്കാരം എന്ന് സ്വീഡിഷ് അക്കാദമി വ്യക്തമാക്കി. സാത്താൻ ടാങ്കോ, മെലങ്കലി ഓഫ് റെസിസ്റ്റൻസ് എന്നിവ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ കൃതികളിൽ ചിലതാണ്. 2015 അദ്ദേഹത്തിന് മാൻ ബുക്കർ ഇന്റർനാഷണൽ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. ഈ വർഷത്തെ വയലാർ രാമവർമ്മ സ്മാരക പുരസ്കാരം പ്രഖ്യാപിച്ചു. പ്രശസ്ത എഴുത്തുകാരൻ ഇ സന്തോഷ് കുമാറിന്റെ തപോമയുടെ അച്ഛൻ എന്ന നോവലിനാണ് പുരസ്കാരം. കാലങ്ങളായി കണ്ടുവരുന്ന പരമ്പരാഗത ആഖ്യാന രീതികളിൽ നിന്ന് മാറി സഞ്ചരിക്കുന്ന ലളിതവും ശക്തവുമായ പുതിയ കഥപറച്ചിൽ ശൈലിയാണ് തപോമയുടെ അച്ഛൻ എന്ന നോവലിനെ പുരസ്കാരത്തിന് അർഹമാക്കിയതെന്ന് ജൂറി വിലയിരുത്തി. ഇന്നത്തെ കാലഘട്ടത്തിലെ മനുഷ്യന്റെ ചിന്തകളെയും ബന്ധങ്ങളിലെ സങ്കീർണതകളെയും പുതിയൊരു കാഴ്ചപ്പാടിലൂടെ നോക്കിക്കാണുന്ന എഴുത്തു രീതിയാണ് സന്തോഷ് കുമാർ ഈ നോവലിൽ സ്വീകരിച്ചിരിക്കുന്നത്. ഈ വരുന്ന ഒക്ടോബർ 27 വയലാർ രാമവർമ്മയുടെ ചരമദിനത്തിലാണ് പുരസ്കാരം സമ്മാനിക്കുക. ലോക സാഹിത്യവേദിയിൽ നിന്ന് ഇന്ത്യക്കാർക്ക് അഭിമാനമായി ഒരു വാർത്ത. ബുക്കർ പ്രൈസ് 2025 ഷോർട്ട് ലിസ്റ്റിൽ ഇന്ത്യൻ വംശജയായ കിരൺ ദേശായി ഇടം നേടി. ലോകത്തിലെ ഇംഗ്ലീഷ് ഭാഷാ നോവലുകൾക്ക് നൽകുന്ന ഏറ്റവും അഭിമാനകരമായ പുരസ്കാരങ്ങളിലൊന്നായ ബുക്കർ പ്രൈസ് 2025 ഷോർട്ട് ലിസ്റ്റിൽ ഇന്ത്യൻ വംശജയായ കിരൺ ദേശായി ഇടം നേടി. ദ ലോൺലിനെസ് ഓഫ് സോണിയ ആൻഡ് സണ്ണി എന്ന നോവലാണ് ദേശായിയെ ഷോർട്ട് ലിസ്റ്റിൽ എത്തിച്ചത്. 2006 ദ ഇൻഹെറിറ്റൻസ് ഓഫ് ലോസ് എന്ന നോവലിന് ബുക്കർ സമ്മാനം നേടിയ ശേഷം ദേശായിയുടെ ശക്തമായ തിരിച്ചുവരവാണ് ഇത്. 2025 നവംബർ 10 ലണ്ടനിൽ നടക്കുന്ന ചടങ്ങിലാണ് വിജയിയെ പ്രഖ്യാപിക്കുക. പുസ്തകപ്രേമികൾക്ക് ആവേശമായി 44ാമത് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ തീയതികൾ പ്രഖ്യാപിച്ചു. നവംബർ 5 മുതൽ 16 വരെ ഷാർജ എക്സ്പോ സെന്ററിലാണ് മേള. പുസ്തകപ്രേമികൾക്ക് ആവേശമായി 44ാമത് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ തീയതികൾ പ്രഖ്യാപിച്ചു. നിങ്ങളും പുസ്തകവും തമ്മിൽ എന്ന പ്രമേയത്തിൽ നവംബർ 5 മുതൽ 16 വരെ ഷാർജ എക്സ്പോ സെന്ററിലാണ് മേള അരങ്ങേറുക. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 2300 പരം പ്രസാധകർ പങ്കെടുക്കുന്ന മേളയിൽ 1200 സാംസ്കാരിക പരിപാടികളും ശില്പശാലകളും ഉണ്ടാകും. ഈ വർഷത്തെ അതിഥി രാജ്യം ഗ്രീസാണ്. നൈജീരിയൻ എഴുത്തുകാരി ചിമമാൻഡ എൻഗോസി അഡീച്ചി, മലയാളത്തിൽ നിന്ന് കവി സച്ചിദാനന്ദൻ തുടങ്ങി നിരവധി പ്രമുഖർ മേളയിൽ അതിഥികളായി എത്തും. CBSE ജില്ലാ കലോത്സവം കണ്ണൂർ ശ്രീകണ്ഠാപുരം മേരിഗിരി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ തുടക്കമായി. CBSE ജില്ലാ കലോത്സവത്തിന് കണ്ണൂർ ജില്ലയിലെ ശ്രീകണ്ഠാപുരം മേരിഗിരി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ തുടക്കമായി. കലോത്സവത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം പ്രശസ്ത സിനിമാ താരം ഗിന്നസ് പക്രു നിർവഹിച്ചു. ഇന്ന് വിവിധ സ്റ്റേജുകളിലായി കലാപരിപാടികൾ അരങ്ങേറുകയാണ്.
ലോകം ഉറ്റുനോക്കുന്ന കൊച്ചി മുസിരീസ് ബിനാലെയുടെ 6ാം പതിപ്പിന്റെ ക്യൂറേറ്റർമാരെ പ്രഖ്യാപിച്ചു. ലോക പ്രശസ്തനായ പെർഫോമൻസ് ആർട്ടിസ്റ്റ് നിഖിൽ ചോപ്രയും ഗോവ ആസ്ഥാനമായുള്ള HHR സ്പേസസ് കൂട്ടായ്മയുമാണ് ഈ വർഷത്തെ ക്യൂറേറ്റർമാർ. ലോകം ഉറ്റുനോക്കുന്ന കൊച്ചി മുസിരീസ് ബിനാലെയുടെ 6ാം പതിപ്പിന്റെ ക്യൂറേറ്റർമാരെ പ്രഖ്യാപിച്ചു. ലോക പ്രശസ്ത പെർഫോമൻസ് ആർട്ടിസ്റ്റ് നിഖിൽ ചോപ്രയും ഗോവ ആസ്ഥാനമായുള്ള HHR സ്പേസസ് കൂട്ടായ്മയുമാണ് ഈ വർഷത്തെ ക്യൂറേറ്റർമാർ. നിഖിൽ ചോപ്രയുടെ നിയമനം ബിനാലെയിൽ പ്രകടന കലയ്ക്ക് ലഭിക്കുന്ന പ്രാധാന്യം വർദ്ധിപ്പിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. വർത്തമാനകാലത്തേക്ക് അഥവാ ഫോർ ദ ടൈം ബീയിങ് എന്നതാണ് ബിനാലെയുടെ പ്രധാന പ്രമേയം. സാംസ്കാരിക ഓർമ്മയ്ക്കും പ്രതിരോധത്തിനുള്ള ഉപാധി എന്ന നിലയിൽ പ്രകടന കലയ്ക്ക് ഊന്നൽ നൽകുന്നതായിരിക്കും ഈ വർഷത്തെ ബിനാലെ. സൗദി അറേബ്യയിലെ ദമാമിൽ വെച്ച് മാത്തുക്കുട്ടി പള്ളിപ്പാടിന്റെ ആദ്യ കവിതാ സമാഹാരം അകക്കാമ്പുകൾ പ്രകാശനം ചെയ്തു. സൗദി അറേബ്യയിലെ ദമാമിൽ വെച്ച് മാത്തുക്കുട്ടി പള്ളിപ്പാടിന്റെ ആദ്യ കവിതാ സമാഹാരമായ അകക്കാമ്പുകൾ പ്രകാശനം ചെയ്തു. ബദർ അൽ റാബി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ OICC സൗദി നാഷണൽ പ്രസിഡന്റ് ബിജു കല്ലുമല അധ്യക്ഷത വഹിച്ചു. സൗദി മലയാളം മിഷൻ പ്രസിഡന്റ് പ്രദീപ് കൊട്ടിയം ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ സാജിദ് ആറാട്ടുപുഴ പുസ്തക പരിചയം നടത്തി. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പ്രൊഫസർ ഡോക്ടർ നൌഫൽ കവയത്രി സോഫിയ ഷാജഹാന് നൽകി പുസ്തകം പ്രകാശനം ചെയ്തു. ദമാമിലെ നിരവധി എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു. കഴിഞ്ഞ ആഴ്ച തൃശൂരിൽ സമാപിച്ച വന്യ 2025 വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി പ്രദർശനം ശ്രദ്ധേയമായി. കഴിഞ്ഞ ആഴ്ച തൃശൂരിൽ സമാപിച്ച വന്യ 2025 വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി പ്രദർശനം ശ്രദ്ധേയമായി. വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമായി ഒക്ടോബർ 1 മുതൽ 5 വരെ കേരള ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിലായിരുന്നു പ്രദർശനം. വനം വന്യജീവി വകുപ്പിന്റെ സഹകരണത്തോടെ ഗ്രീൻ വാരിയേഴ്സ് ഗ്രൂപ്പ് സംഘടിപ്പിച്ച പ്രദർശനം റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് രാജൻ ഉദ്ഘാടനം ചെയ്തു. അക്രിലിക്കിൽ പ്രിന്റ് ചെയ്ത 50ഓളം മനോഹരമായ വന്യജീവി ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഉണ്ടായിരുന്നത്. ഈ ആഴ്ചത്തെ അകം കലാസാഹിത്യ വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച പുതിയ വിശേഷങ്ങളുമായി കാണാം. നമസ്കാരം. Agam, India's first digital literary platform.